Camera. Rolling, sir. Action! Hi guys, welcome back to Vlogs. So, ഞാൻ ഇന്നലെ ഒരു ബ്ലോഗ് ഇട്ടിരുന്നു നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ താമസിച്ചും അതുകൊണ്ട് രാത്രി ഇടാതെ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഇടാന്ന് ചോദിച്ചു. രാവിലെ എണീച്ച് മുറിയിൽ നിന്ന് എടുക്കാന്ന് വെച്ചപ്പോൾ ഒരു മുറിക്കകത്ത് എന്തോ ഒരു ആംബിയൻസ് വരെ നെഗറ്റീവ് വൈബൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഡ്രസ്സിൽ കയറി അങ്ങനെ ഒരു കാറ്റൊക്കെ കൊണ്ട് റിവ്യൂ പറയാമെന്ന്. സോ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. കാന്ത, ദുൽഖർ സൽമാൻ, സമുദ്രകനി, റാണ ദഗവതി, പിന്നെ ഭാഗ്യശ്രീ ബോസ്, അങ്ങനെ കുറേ പേര് അഭിനയിച്ച ഒരു പടം വന്നൊരു 90, 50, 60 ആ ഒരു കാലഘട്ടമാണ്. ഒരു പഴയ കാലഘട്ടം ഒരു സിനിമ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പടം കൊള്ളാം, നൈസ് പടം. ദുൽഖറിൻ്റെ അഭിനയം ഒന്നും പറയില്ല. അങ്ങേര് ഫസ്റ്റ് ഹാഫൊക്കെ അങ്ങേര് ഭയങ്കര ഇതാണ്. പടം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഈഗോ ക്ലാഷായിട്ട് വന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ത്രില്ലർ അങ്ങനെ പോകുന്ന സാധനമാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ദുൽഖർ സൽമാനും സമുദ്രകനിയും കൂടി രണ്ടുപേരും ഒരു ഈഗോ ക്ലാഷൊക്കെ ഉള്ള സാധനമാണ്. സംഭവം രണ്ടുപേരും ഒന്നിനൊന്ന് അങ്ങ് നിന്ന് കത്തിച്ച്. അതിൻ്റെ കൂടെ തന്നെ ഭാഗ്യശ്രീ ബോസ് എന്ന് പറഞ്ഞ ഒരു നടി, പുള്ളിക്കാരി കൊള്ളാം, നൈസായിരുന്നു. എന്നുവെച്ചാൽ സെക്കൻഡ് ഹാഫിലാണ് റാണ ദഗവതി പറഞ്ഞത്. സെക്കൻഡ് ഹാഫ് മൊത്തം പിന്നെ അങ്ങേരെ കയ്യിലാണ്. അങ്ങേര് നിർത്തി അങ്ങേ വൺ മാൻ ഷോ ആണ് സെക്കൻഡ് ഹാഫിൽ റാണ ദഗവതിയുടെ ഒരു സീൻ പടം. ഇത് ഒന്ന് എഴുതിയിരിക്കുന്നത് സംവിധാനം ചെയ്യുന്നത് ഇത് ഡയറക്റ്റ് വന്ന് സെൽവമണി സെൽവരാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിക്കാരൻ്റെ മുമ്പുള്ള പടം എന്ന് വെച്ചാൽ അതെനിക്കറിഞ്ഞൂടാ, അത് നോക്കണം. ഇതിൻ്റെ കഥ എഴുതിയെന്നതും പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളിക്കാരന് സെൽവമണി സെൽവരാജും തമിഴ് പ്രഭ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ഇത് കഥ എഴുതിയെന്നത്. നൈസ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എന്ന് ഡാനി സാഞ്ചസ് ലോപ്പസ് ധാരണത്ത് പുള്ളിക്കായം വന്ന് നൈസാണ്. പടം വന്നിട്ട് ആദ്യം കുറച്ചൊക്കെ കാണിക്കും, കുറച്ച് കളറിൽ കാണിക്കും. പിന്നെ ഈ സിനിമ ഷൂട്ടിങ് ചെയ്യണ സീനൊക്കെ കാണുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ടാക്കും. ഫുള്ള് മൊത്തം ക്ലോസപ്പ് ഷോട്ടുകളാണ്. പിന്നെ മ്യൂസിക്, ജേക്സ് ബിജോയുടെ BGM ഒക്കെ വേറെ ലെവല്. ജേക്സ് ബിജോയൊക്കെ ഇങ്ങനെയൊക്കെ നല്ല പോലെ ചെയ്യും. അതുപോലെ മ്യൂസിക് അനു ചന്ദർ, അതായിരുന്നു നയിക്കാൻ കൂടെ. എഡിറ്റിംഗ് വന്ന് ലേവലിൻ ആൻ്റണി ഗൊൺസാൽവസ്. ഇത് മൊത്തം പുറത്തുനിന്നുള്ള ആൾക്കാർ ഇറക്കിയാണ്. എഡിറ്റിങ് എല്ലാം കൊണ്ടും പടം നൈസൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് വന്ന് ഒരു ഡയറക്ടറും ഒരു സിനിമ നടനും അവർ തമ്മിലുള്ള കുറച്ച് ഈഗോ ക്ലാഷസ്. അപ്പോൾ അവർ ഒരു സിനിമ ഷൂട്ടിങ്ങിന് പിന്നെയും ഒന്നിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് അതിൻ്റെ ഒരു അന്വേഷണം അങ്ങനെയൊക്കെയാണ്. റാണ ദഗവതിയൊക്കെ പറഞ്ഞത് പോലീസായിട്ടാണ് കേസ് അന്വേഷിക്കണത്. ഒരു സെക്കൻഡ് ഹാഫ് വന്ന് സൂപ്പറായിട്ട് അങ്ങനെ കേസ് അന്വേഷിച്ചിട്ടുണ്ട്. ഷെർലക് ഹോംസ് പോലത്തെ സാധനമൊക്കെ വെച്ച് അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പടം നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഒരു ഇത് ഇമ്പാക്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകത്തില്ല. പക്ഷേ പടം നല്ലൊരു പടമാണ്.